ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി നടങ്ങും വർണ്ണാഭമായ പരിപാടികൾ നടന്നു. തിരുമേനി SNDP LP സ്കൂളിൽ PTA-യുടെയും ശ്രേയസ് തിരുമേനി യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ശ്രേയസ് മയൂഖം അയൽക്കൂട്ടം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. This news brought to by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്. തിരുമേനി SNDP LP സ്കൂളിൽ വിവിധ സംഘടനകളുടെയും PTA-യുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് KC പ്രസൂൺ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ MD ശ്യാംകുമാർ, മുൻ ഹെഡ് മിസ്റ്റർസ് VN ഉഷാകുമാരി, ശ്രേയസ് മയൂഖം അയൽക്കൂട്ടം പ്രസിഡന്റ് സാലു പാലത്ര, ജോയിച്ചം പറമ്പിൽ, മീനു വിനോദ്, ജിജി പ്രവീൺ, വത്സമ്മ വെളിയാനിപ്പറമ്പിൽ, ഹെഡ് മാസ്റ്റർ PM സെബാസ്റ്റ്യൻ, സ്റ്റാഫ് സെക്രട്ടറി മഞ്ജു മധു എന്നിവർ സംസാരിച്ചു. ഇപ്പം നോക്ക്, നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ കുട്ടികളുടെ എല്ലാം ഓരോ റോസാപ്പൂ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയോ? എന്തിനാ വെച്ചിരിക്കുന്നത് അറിയോ ആർക്കേലും? നമ്മുടെ ചാച്ചാജിക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെയും പനിനീർ പൂക്കളെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം എല്ലാ ആൾക്കാരും, അതായത് പല പല കാര്യങ്ങൾക്കും അദ്ദേഹത്തെ കാണാനായിട്ട് ഒരു നീണ്ട ക്യൂ, എല്ലാ ദിവസവും നീണ്ട വരി ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ. അദ്ദേഹത്തെ കാണാൻ വരുന്നവരുടെ എല്ലാവരുടെയും കയ്യിൽ വിലയേറിയ സമ്മാനങ്ങളുണ്ടാകും. പക്ഷെ എല്ലാവർക്കും വിലയേറിയ സമ്മാനം കൊണ്ടുപോകാൻ സാധിക്കുമോ? ആ കൂടെ നിങ്ങളെപ്പോലെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ആ കൊച്ചുകുട്ടിയുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നെന്നറിയാവോ? ഇതേപോലെ ഒരു പനിനീർപ്പൂ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ വാച്ച്മാൻ ആ കൊച്ചുകുട്ടിയെ മാത്രം പ്രധാനമന്ത്രിയെ കാണാൻ കടത്തി വിട്ടില്ല. ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ ഭയങ്കര സങ്കടമായെങ്കിലും ആ കുട്ടിയെ കടത്തി വിട്ടില്ലെങ്കിലും എല്ലാ ദിവസവും ഒരു പനിനീർ പൂവായിട്ട് ആ കുട്ടി ആരെ കാണാൻ വരുമായിരുന്നു? ചാച്ചാജിയെ കാണാൻ വരുമായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാ ദിവസവും വന്നിട്ട് ഒരു ദിവസം ഈ കുട്ടിയും ഈ വാച്ച്മാനും തമ്മിൽ ഭയങ്കര തർക്കമായി. ഇതാര് കേൾക്കാനിടയായി എന്നറിയാവോ? നെഹ്റു ചാച്ചാജി കേൾക്കാനിടയായി. അപ്പോൾ അദ്ദേഹത്തും ആ കുട്ടി അകത്തേക്ക് വിളിച്ചു. അപ്പോൾ ആ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, എനിക്ക് വിലയേറിയ സമ്മാനങ്ങളൊന്നും തരാനില്ല, എൻ്റെ പൂന്തോട്ടത്തിലുണ്ടായ ഒരു പുഷ്പവുമായിട്ടാണ് ഞാൻ വന്നത്. ഒരുപാട് സന്തോഷത്തോടെ ആ പനിനീർ പൂ വാങ്ങി നെഹ്റു തൻ്റെ പോക്കറ്റിൽ കുത്തിവെച്ചു. ശ്രേയസ് തിരുമേനി യൂണിറ്റ് ശുചിത്വ പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക്, പേപ്പർ എന്നിവ പ്രത്യേകമായി വേർതിരിച്ച് സൂക്ഷിക്കാൻ ആവശ്യമായ കൊട്ടകൾ നൽകി. യൂണിറ്റ് കോർഡിനേറ്റർ മഞ്ജു ജെയ്സൺ, യൂണിറ്റ് പ്രസിഡന്റ് സജി തോട്ടത്തിൽ, സെക്രട്ടറി ലീന അഭിലാഷ് എന്നിവരും മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. ശ്രേയസ് മയൂഖം അയൽക്കൂട്ടം കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും സമ്മാനിച്ചു. CCNet ന്യൂസ്, തിരുമേനി. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.